ഭൗതിക വികാര സദസ്സിന്റെ 19ാമത്തെ വർഷത്തെ പ്രഭാഷണ പരമ്പരയാണ് നടക്കുന്നത്. നമ്മുടെ അധ്യക്ഷനായിട്ട് നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള രമേശേട്ടനാണ്. ജിജേഷ്, അദ്ദേഹം കോയമ്പത്തൂർ അമൃത യൂണിവേഴ്സിറ്റിയില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, ഇപ്പൊ എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയില്ലേ, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലെ? ഒരു യന്ത്രത്തിന് ബുദ്ധി കൊടുക്കുന്ന സംഭവമാണത്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരളത്തിന്റെ വൈചാരിക സദസ്സിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭാവനയാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ പാവനമായ അങ്കണം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കുറച്ച് സമയത്തെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഓഫീസിലിരുന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ക്ഷേത്രത്തിന്റെ ഭാരവാഹികളൊന്നായിട്ടുള്ള അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. 19ാമത്തെ വർഷമാണ് ഈ വൈചാരിക സദസ്സ് ഇവിടെ നടത്തുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പരിസരങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള നന്ദേട്ടനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ പരമേശ്വർജിയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ വിഖ്യാതരായിട്ടുള്ള കേരളത്തിന്റെ സാംസ്കാരിക പരിസരങ്ങളിൽപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ വന്ന ഒരു വേദിയിലാണ് എനിക്കും ഒരു പ്രഭാഷണത്തിന് അവസരം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അഭിമാനപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെനിക്കൊരു അവസരം തന്നതിൽ ഈ ക്ഷേത്രത്തിന്റെ എന്നെ ക്ഷണിച്ച ഭാരവാഹികളായിട്ടുള്ള എല്ലാവരോടും ആദ്യമായിട്ട് തന്നെ ഞാൻ എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഭാരതീയമായ ദർശനങ്ങളെ കുറിച്ചിട്ട് പല വേദികളിൽ സംസാരിക്കാൻ, അത് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ തന്നെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മിക്കപ്പോഴും പ്രസംഗങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു ആന്റിസിപ്പേറ്ററി ഡേ, ഒരു മുൻകൂർ ജാമ്യം എടുക്കാറുണ്ട്. അതെന്താണ്? ഭാരതത്തിന്റെ ദാർശനികമായ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു സാഗരത്തെ പോലെ അഗാധമായിട്ടുള്ളതാണ്, ആഴവും പരപ്പുമേറിയിട്ടുള്ളതാണ്. ആ ആഴമേറിയിട്ടുള്ള അത്രയും വിശാലമായിട്ടുള്ള ഒരു സാഗരത്തിൽ നിന്ന് ഒരു തുള്ളി മാത്രം നുകർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മഹായതികളായിട്ടുള്ള വ്യക്തികൾ പോലും, ഋഷിവര്യന്മാർ പോലും, മഹത്തുക്കളായ വ്യക്തിത്വങ്ങൾ പോലും ഭാരതീയ സംസ്കൃതിയുടെ, അതിന്റെ വൈജ്ഞാനിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമേ നുകർന്നിട്ടുള്ളൂ, നുകരാനായിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിന്റെ വളരെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ എനിക്കും പഠിക്കാനും അറിയാനും ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ മുൻകൂർ ജാമ്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ചുള്ള ആഴമേറിയിട്ടുള്ള വളരെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. ചെറിയ ചില കാര്യങ്ങൾ, അല്പം ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിലോസഫി എന്റെ 2ാമത്തെ PG ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫി പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാപ്റ്ററുകൾ ക്ലാസ്സുകളിൽ, BA ക്ലാസ്സുകളിലും മറ്റും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കിട്ടിയിട്ടുള്ള അല്പ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഒരു അല്പസമയം, 1 മണിക്കൂർ സമയം സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ള വിഷയം ഭാരതീയ ദർശനങ്ങളിലെ ശാസ്ത്രവും ഭാവനയും എന്നാണ്. ഭാരതീയ ദർശനങ്ങളിലെ ശാസ്ത്രവും ഭാവനയും എന്നാണ്. അത് നമ്മള് ഈ ശാസ്ത്രം എന്താണ് എന്നുള്ള വാക്യത്തെ കുറിച്ചിട്ട് ആദ്യം ചിന്തിക്കണം. കാരണം നമ്മുടെ വിഷയം അതാണല്ലോ, ഭാരതീയ ദർശനങ്ങളിലെ ശാസ്ത്രം എന്താണ്, ഭാവന എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് ഈ ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു വരുമ്പോ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സങ്കല്പം, ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, മാത്തമാറ്റിക്സ് തുടങ്ങിയവയാണ് ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത. പ്രത്യേകിച്ചും യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. കാരണം ശാസ്ത്രം പഠനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആളില്ല. എന്നാൽ ഭാരതീയമായിട്ടുള്ള ദർശനങ്ങളിൽ
അതേ അർത്ഥത്തിലല്ല, മോഡേൺ സയൻസ് എന്നുള്ള അർത്ഥത്തിലല്ല ശാസ്ത്രം എന്നുള്ള വാക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ളത്. എനിക്ക് സംസ്കൃതമൊന്നും അത്ര ആഴത്തിൽ അറിയില്ല. എന്നാലും ഈ ശാസ്ത്രം എന്ന വാക്കിന്റെ അതിനൊരു നിരുക്തമുണ്ട്. നിരുക്തം എന്ന് പറഞ്ഞാല് സംസ്കൃതത്തിൽ അതിന്റെ ഒരു അർത്ഥം, ഒരു വാക്കിനൊരു അർത്ഥം ഉണ്ടായിരിക്കും. ഇവിടെ ഈ ശാസ്ത്രം എന്ന് പറയുന്ന വാക്കിന് അതിന്റെ നിരുക്താർത്ഥം ശാസനെ അനേന ഇതി ശാസ്ത്ര എന്നാണ്. അതായത് ഇപ്രകാരം ശാസിക്കപ്പെട്ടത്, അതിനാണ് ശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്നത്. ഈ പ്രകാരം ശാസിക്കപ്പെട്ടത്, ഈ പ്രകാരം നൽകപ്പെട്ടത്, ഈ പ്രകാരം നമുക്ക് ഗൈഡ് ലൈൻ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്രകാരം നമ്മെ ടീച്ച് ചെയ്തിട്ടുള്ളത്, ഇതാണ് ഭാരതീയ ദർശനങ്ങളിൽ ശാസ്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡേൺ സയൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ശാസ്ത്രം, ആധുനിക ശാസ്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ പഠിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിശകലനം ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രൂത്തിലേക്ക് എത്തിച്ചേരും, സത്യത്തിലേക്ക് എത്തിച്ചേരും. ഉദാഹരണം പറയാം, ഈ ആസിഡും ആ ആസിഡും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ ഇന്നത് കിട്ടും. ഈ പരീക്ഷണം നടത്തി അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടുമ്പോൾ അതിനൊരു ശാസ്ത്ര സത്യം എന്ന് പറയും, അല്ലെങ്കിൽ സയന്റിഫിക് ഫാക്ട് എന്ന് പറയും. ആ സയന്റിഫിക് ഫാക്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഒരു വിശകലന രീതി ഉണ്ടല്ലോ, നമ്മൾ ആ വിശകലനം ചെയ്തു, അതിനെ പഠിച്ചു, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി, എന്നിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടും, ഒരു ഫലം കിട്ടും. ഈ രീതിക്കാണ് ശാസ്ത്രം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏതിൽ? മോഡേൺ സയൻസ്. ഇനി നമ്മൾ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളിലേക്ക് വരാം. ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളില് ഇതേ മെത്തഡോളജി അല്ലെങ്കിൽ ഇതേ രീതി ശാസ്ത്രം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ, ഒരു ഭാഗത്തെ, അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു തലത്തെ രാഷ്ട്രമീമാംസയുമായിട്ടുള്ള, രാഷ്ട്രതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ ആഴത്തിൽ പഠിക്കുന്നു. അങ്ങനെ അതിനെ പഠിച്ച് നിരീക്ഷണങ്ങൾ നടത്തി അവസാനം ഒരു കണ്ടെത്തൽ നടത്തുന്നു. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ് ശാസ്ത്ര സത്യം. ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ഫലം. ആ ഫലമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇങ്ങനെ ചെയ്യണം. ഞാൻ ഉദാഹരണം പറയാം. വേദങ്ങളില് ഉപനിഷത്തിന്റെ ഭാഗത്ത് നമ്മളെല്ലാവരും കേട്ട കാര്യമാണിത്. എല്ലാവരും കേട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുന്ന എല്ലാവരും. ഉപനിഷത്ത് എനിക്ക് തോന്നുന്നു തൈത്തിരീയ ഉപനിഷത്തിലാണ്. ശിക്ഷാവലി എന്ന് പറയുന്ന ഭാഗത്തെ പ്രസിദ്ധമായ മന്ത്രങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സത്യം വധ കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സത്യം വധ, ധർമ്മം ചര, സത്യം മാത്രം പറയണം, ധർമ്മത്തിൽ അധിഷ്ഠിതമായി മാത്രം ജീവിക്കണം, സ്വാധ്യായാന്മാ പ്രമദ, സ്വാധ്യായത്തിൽ മുടക്കം വരുത്തരുത്, അത് തുറന്നു കൊണ്ടുപോകണം. പിന്നെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, ഇതെല്ലാം തന്നെ ഉപനിഷത്തിലെ വരികളാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിരിക്കും. എന്താ അതിൽ ആദ്യത്തത്? സത്യം വധ എന്നുള്ളതാണ്. സത്യം പറയണം. ധർമ്മം ചര എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി മാത്രം ജീവിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രത്തിൻ്റെതായ നിരീക്ഷണ പരീക്ഷണ പദ്ധതികളിലൂടെ തെളിയിക്കപ്പെട്ട ചില ഫാക്റ്റുകളാണ്. നിങ്ങൾ കള്ളത്തരം മാത്രം പറഞ്ഞ് നിങ്ങളുടെ കുട്ടികളെയൊക്കെ കള്ളത്തരങ്ങൾ മാത്രം ചെയ്യാൻ പഠിപ്പിച്ച് ഒന്ന് വളർത്തി നോക്കും. സത്യസന്ധതയില്ലാതെ കള്ളത്തരങ്ങൾ മാത്രം ചെയ്ത് അധാർമികമായിട്ട് മാത്രം ജീവിച്ചു നോക്കും. നിങ്ങൾക്ക് എത്രത്തോളം അഭിവൃദ്ധി ഉണ്ടാവും എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിന് എത്രത്തോളം അഭിവൃദ്ധി ഉണ്ടാവാൻ പറ്റും കാണാൻ പറ്റും. നിങ്ങളുടെ സമൂഹത്തിന് എത്രത്തോളം അഭിവൃദ്ധി ഉണ്ടാവും എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അധോഗതിയാണ് സംഭവിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും നാശങ്ങളും മാത്രമായിട്ട് സംഭവിക്കുക. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ സത്യസന്ധമായി ജീവിക്കുന്നു, നിങ്ങളുടെ കുട്ടികളെ സത്യസന്ധത പഠിപ്പിക്കുന്നു, സത്യം മാത്രം പറയുന്നു, ധർമ്മത്തിലെ വിഷയമായിട്ട് ജീവിക്കുന്നു,
നിങ്ങൾക്ക് മാറ്റം തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവിനെ ഒരു ശാസ്ത്രീയ സത്യമായിട്ട് നമ്മളോട് പറഞ്ഞു, സത്യം വധ, ധർമ്മം ചര, സ്വാധ്യായം ക്രമപ്രമത. അങ്ങനെ ചെയ്യുമ്പോ ആ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ കുടുംബത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി നമ്മൾ ആ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇത് നമ്മുടെ മുന്നിൽ ഋഷിമാർ അവതരിപ്പിക്കുന്നു. ഇതൊരു ശാസ്ത്രീയ സത്യമല്ലേ, ഇതൊരു സോഷ്യോളജിക്കൽ ഫാക്റ്റാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് സാമൂഹിക ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രമല്ല, സാമൂഹിക ശാസ്ത്രമാണ്. സമൂഹത്തെ സംബന്ധിച്ച ശാസ്ത്രമാണത്. ഇനി മറ്റൊന്ന്, ഭഗവത്ഗീതയിൽ പറയുന്നു, ഉദ്ധരേ ആത്മാനം അവസാദേ. എന്റെ സംസ്കൃതം അത്ര നന്നായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് സംസ്കൃതം അത്ര കൂടുതലൊന്നും അറിയില്ല. എന്റെ വ്യാകരണമൊക്കെ ചിലപ്പോൾ പിഴവുണ്ടായിരിക്കും, ഞാൻ ചൊല്ലിയതൊക്കെ പിഴവുണ്ടായിരിക്കും, ക്ഷമിക്കാം. ഇതിന് സംസ്കൃതം നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് 6ാം അധ്യായത്തിലുള്ള ശ്ലോകമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാണ്, ഉദ്ധരേ ആത്മാനം, നീ നിന്നെ തന്നെ ഉയർത്തുക. എന്ന് പറഞ്ഞാൽ നമ്മളെ എവിടേക്കെങ്കിലും ഉയർത്തി വിടുക എന്നല്ല അർത്ഥാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ അഭിവൃദ്ധി ഉണ്ടാക്കുക, നാം നമ്മെ തന്നെ പ്രചോദിപ്പിക്കുക, നമ്മെ തന്നെ ഉണർത്തുക, നമ്മെ തന്നെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുക. ഉദ്ധരേ ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനോ. രിപു എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. നീ തന്നെയാണ് നിന്റെ ഏറ്റവും അടുത്ത ശത്രു, നീ തന്നെയാണ് നിന്റെ ഏറ്റവും അടുത്ത ബന്ധു. അതുകൊണ്ട് ആത്മനസ്തസ്യ ഏനാത്മാവാത്മനാജിത എന്ന് പറഞ്ഞ് പിന്നെയും പോകുന്നുണ്ട് ശ്ലോകങ്ങള്. അതുകൊണ്ട് നീ നിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായി മാറണം, നീ നിന്റെ ശത്രുവായി മാറരുത്. നീ നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ, നീ നിന്നെ തന്നെ ഉയർത്താൻ പഠിച്ചാൽ, നീ നിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായി മാറുന്നു. അതല്ലെങ്കിലോ നീ നിന്റെ തന്നെ ശത്രുവായിട്ട് മാറുന്നു. എന്താ ചുരുക്കത്തിൽ അർത്ഥം വരുന്നത്? നമ്മെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് അവാർഡ് തരാനും നമ്മളെ നല്ലത് പറയാനും എപ്പോഴും പുറമേ നിന്ന് ആൾക്കാരുണ്ടാവുന്നില്ല. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും മത്സര പരീക്ഷകളിലോ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിനോ മറ്റൊക്കെ അവാർഡ് കിട്ടുകയോ മേന്മകൾ കിട്ടുകയോ ഒക്കെ ചെയ്തേക്കാം. എടുത്തുള്ള ക്ലബ്ബ്, ഏതെങ്കിലും പാർട്ടിയുടെ ക്ലബ്ബുകളോ അല്ലെങ്കിൽ വായനശാലയോ ഒക്കെ നമുക്ക് അവാർഡ് തന്നേക്കാം. കുറച്ച് ആൾക്കാരെ നമ്മളെ പ്രചോദിപ്പിച്ചേക്കാം, ആ മിടുക്കനാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതെപ്പോഴും കിട്ടണമെന്നില്ല. പുറമേ നിന്നുള്ള മോട്ടിവേഷൻ, പ്രചോദനങ്ങളൊന്നും നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അതിനേക്കാൾ പ്രാധാന്യമുള്ളത് നീ നിന്നെ തന്നെ പ്രചോദിപ്പിക്കണം. ഇത് കൃഷ്ണൻ പറഞ്ഞു വരികയാണ്. ഉദ്ധരേ ആത്മാനം. എപ്പോഴും നാം നമുക്ക് തന്നെ വലിയൊരു സ്ഥാനം കൊടുക്കണം. സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറയാറില്ലേ, സ്വയം ബഹുമാനം എന്നൊക്കെ പറയാറില്ലേ. ഒരു വ്യക്തി എല്ലായ്പ്പോഴും വിചാരിക്കണം ഞാൻ മോശമാണ്, എനിക്കൊന്നും കഴിവില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ല, എനിക്ക് മറ്റാൾക്കാരെ പോലെ സംസാരിക്കാൻ കഴിവില്ല, അതില്ല ഇതില്ല. ഇങ്ങനെ ഒരാള് നിരന്തരം തന്നെ തന്നെ അധപ്പതിപ്പിക്കുന്ന വിധത്തിൽ, തന്നെ തന്നെ ഡൗൺ ആക്കുന്ന വിധത്തിൽ സ്വയം ഉള്ളിലേക്ക് സംസാരിച്ചാൽ ശ്രീകൃഷ്ണൻ പറയുന്നതിന് വിപരീതമാണ് സംഭവിക്കുക. നാം നമ്മെ തന്നെ തളർത്തും. ഒരുപക്ഷെ നമുക്ക് വേണ്ടത്ര പൈസ ഉണ്ടായിരിക്കണമെന്നില്ല, അത്ര കൂടുതൽ സാമ്പത്തിക ശേഷി ഉണ്ടാവണമെന്നില്ല, അത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുന്നില്ല, അത്ര വലിയ കഴിവുകളൊന്നും ഉണ്ടാവണമെന്നില്ല. എങ്കിലും നീ നിന്നെ തന്നെ തളർത്തരുത്, നീ നിന്നെ തന്നെ ഉയർത്തണം എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ചെയ്യുമ്പോ മറ്റൊരാൾ, പുറമേ നിന്നുള്ള ആൾ എന്തൊക്കെ തളർത്താൻ വേണ്ടി പറഞ്ഞാലും, പുറമേ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രചോദനം കിട്ടാതിരുന്നാലും നീ വളരും, നീ മുകളിലേക്ക് ഉയർത്തപ്പെടും. ഇതാണ് ഈ പറഞ്ഞ വരിയുടെ അർത്ഥം. ഇത് ആധുനികമായിട്ടുള്ള മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ
ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ മന്ത്രമാണ്. ഇത് വലിയൊരു മനഃശാസ്ത്ര സത്യമാണ്. മനഃശാസ്ത്രം എന്താണ്? മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. ഇത് ഭാരതീയമായിട്ടുള്ള ശാസ്ത്രത്തിൽപ്പെട്ടതാണ്. മനഃശാസ്ത്രം ശാസ്ത്രമാണ്. എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രം? മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രം. നീ നിന്നെ തന്നെ ഉയർത്തുക, നീ നിന്നെ തളർത്തരുത്, നീ നിന്നെ തന്നെ വളർത്തുക, നിന്നെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രം. അത് ഭാരതീയമായ ദർശനങ്ങൾ നമുക്ക് നൽകുന്ന ശാസ്ത്ര സത്യമാണ്. ഭാരതീയമായ മനഃശാസ്ത്രമാണ്. നേരത്തെ നമ്മൾ സോഷ്യോളജി പറഞ്ഞു, സാമൂഹിക ശാസ്ത്രം. ഇതാ മനഃശാസ്ത്രം. ഇതുപോലെയുള്ള ഇനിയും ഉണ്ട് ഇതേപോലെയുള്ള മന്ത്രങ്ങൾ. മനയേവ മനുഷ്യാണാം കാരണം ബന്ധ മോക്ഷയ. നിങ്ങളുടെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം എന്താണ്? ഏറ്റവും പ്രധാനമായ കാരണം നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളെ തളർത്താനും ബന്ധിപ്പിക്കാനും സാധിക്കും. അതേ മനസ്സിനെ കൊണ്ട് തന്നെ നിങ്ങളെ ഉയർത്താനും വളർത്താനും സാധിക്കും. ഭഗവത്ഗീതയിൽ നേരത്തെ പറഞ്ഞ അതേ ശ്ലോകത്തിന്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള ഉപനിഷത്തിലെ മന്ത്രമാണത്. ഇത് ഭാരതീയമായ മനഃശാസ്ത്രമാണ്. ഭാരതം നമുക്ക് നൽകിയ മനഃശാസ്ത്രമാണ്. ഭാരതീയ ദർശനങ്ങളിലെ ശാസ്ത്രമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പുരുഷാർത്ഥങ്ങളെ കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും സ്ത്രീകൾക്ക് അർത്ഥമില്ലേ, പുരുഷന് മാത്രമുള്ളതാണോ? അല്ല. മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള, ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഭാരതീയമായിട്ടുള്ള വൈദിക കാഴ്ചപ്പാടാണ് പുരുഷാർത്ഥം. അതെന്തിനാണ് ഈ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നത്? അത് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാം. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അതായത് അസ്തിത്വ സംബന്ധിയായ പ്രതിസന്ധി മനുഷ്യരിലൊക്കെ ഉണ്ടാകുന്ന ഒന്നാണത്. ഒരു പ്രായം കഴിയുമ്പോൾ, ജീവിതത്തിലെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കൊക്കെ തോന്നും, എന്തിനാണ് ഈ ജീവിക്കുന്നത്? എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? ഇന്നലെയും ചോറുണ്ടു, സാമ്പാറും കൂട്ടി കഴിച്ചു, ദോശ കഴിച്ചു, ഇന്നലെയും കടന്നുറങ്ങി, ഇന്നും അതുപോലെ തന്നെ, നാളെ ഇത് ചെയ്യുന്നു, മറ്റന്നാളും ഇത് ചെയ്യുന്നു, എന്താ സംഭവിക്കാൻ അറിയില്ല. എന്തിനാണ് ഈ ജീവിക്കുന്നത്? എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? ഈ ചിന്ത ബുദ്ധിമാന്മാരായ ആളുകളെ വല്ലാതെ. ഞാൻ ഒരു ലിറ്ററേച്ചർ അധ്യാപകനാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് സാഹിത്യം. അതുകൊണ്ട് എനിക്ക് കുറെ നോവലുകളും ഇംഗ്ലീഷ് സാഹിത്യ സംബന്ധിയായത് കുറെ വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പല നോവലുകളിലും അതുപോലെ തന്നെ പല എഴുത്തുകാരിലും കണ്ടുള്ള ഒരു പ്രശ്നമാണ് അസ്തിത്വ പ്രതിസന്ധി. ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവരെ വല്ലാതെ അയക്കുന്നു, ബുദ്ധിമാന്മാരെ പ്രത്യേകിച്ച്. ഒരർത്ഥവും ഇല്ല ഈ ജീവിതത്തിന്. ആത്മഹത്യയാണ് നല്ലത് ചിലര് പറഞ്ഞു, കാരണം ജീവിതം അവസാനിപ്പിച്ച് പോവാ. ചിലര് പറഞ്ഞു 10 ദിവസമേ ജീവിക്കുന്നുള്ളൂ, എങ്കിലും കഞ്ചാവ് അടിച്ചോ മയക്കുമരുന്ന് ചെയ്തോ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് 10 ദിവസം ജീവിച്ച് വല്ലേ അരിച്ചാലോ മറ്റൊക്കെ വീണൊക്കെ മരിച്ചാണ്ട് പോവാ. അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരർത്ഥം ഇതിലില്ല. അസ്തിത്വ പ്രതിസന്ധി മനുഷ്യനെ അലട്ടുന്ന വലിയ വിഷയമാണ്. പലർക്കും ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഈ ചിന്ത വല്ലാതെ ഉയർന്നു വരും. നന്നായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച്. ഈ ചോദ്യത്തിന് നമുക്കൊരു മറുപടി കിട്ടണ്ടേ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ? അതിന് വേദം പറഞ്ഞു തന്നുള്ള മറുപടി ഉണ്ട്. ആ മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുരുഷാർത്ഥങ്ങൾ. ഈ പുരുഷാർത്ഥങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ മനഃശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും കണ്ടെത്താൻ പറ്റും. മനുഷ്യന്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള, മനുഷ്യന്റെ സാമൂഹിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. വേദം പറയുന്നു
ഉണ്ണലും ഉറങ്ങലും മക്കളെ സൃഷ്ടിക്കലും മാത്രമായിട്ട് ഉള്ള ജീവിതമാണെങ്കിൽ നിങ്ങളും മൃഗവും തമ്മിൽ പിന്നെ എന്താ ബന്ധം, വ്യത്യാസം? മൃഗങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ട്, അതിന് തിന്നണം, ഉറങ്ങണം, അതിന് സന്തോഷോൽപാദനം നടത്തണം, ഇത്രയേ അതിനുള്ളൂ, വേറെ അതിന് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇത് മാത്രമാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നതെങ്കിൽ ആ മനുഷ്യനും മൃഗവും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസമുള്ളത്? അപ്പോ മനുഷ്യ ജീവിതത്തെ മനഃശാസ്ത്രപരമായി, സാമൂഹിക ശാസ്ത്രപരമായി മനുഷ്യന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹ്യ ശാസ്ത്രവുമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 4 കാര്യങ്ങൾ പറഞ്ഞു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ BA ക്ലാസ്സിലും MA ക്ലാസ്സിലും ഒക്കെ തന്നെ സോഷ്യോളജി പഠിപ്പിക്കുന്നതാണ്. സോഷ്യോളജി, സാമൂഹിക ശാസ്ത്രം, ശാസ്ത്രമാണത്. അതിൽ പഠിപ്പിക്കുന്നതാണത്. ധർമ്മത്തിൽ അധിഷ്ഠിതമായി അർത്ഥം സമ്പാദിക്കുക. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം. നല്ല വീട് ഉണ്ടാക്കി നല്ല സുഖകരമായി സന്തോഷമായിട്ട് കുടുംബ ജീവിതത്തെ നയിക്കണമെങ്കിൽ പൈസ വേണം. അത് ധാർമ്മികമായിട്ടുണ്ടാക്കൂ. മനുഷ്യർ ആഗ്രഹിക്കുന്നതാണ് സുഖകരമായി സന്തോഷകരമായി, ഒരു തെറ്റുമില്ല. നല്ല വീടില് നല്ല സുഖമായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു തെറ്റുമില്ല. ധാർമ്മികമായി നിങ്ങൾ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കും. കാമം എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ, മനുഷ്യരെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ആഗ്രഹങ്ങൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി പൂർത്തീകരിക്കൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതമൊക്കെ കഴിഞ്ഞ് കുറെ ഒരു പ്രായമൊക്കെ എത്തുമ്പോഴാണ് പിന്നെ കാശിയിലൊന്ന് പോയാൽ നന്നായിരിക്കും, അയോധ്യയിലൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ചിന്ത, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആത്മീയമായ കടമൊക്കെ വരാറില്ലേ? മനുഷ്യന് വരുന്നൊരു പരിണാമമാണത്. കുട്ടിയാവുമ്പോൾ പെട്ടെന്നൊന്നും തോന്നില്ല. ചെറിയ കുട്ടിക്ക് കാശി പോകണമെന്നൊന്നും തോന്നില്ല. ഒരു മുത്തശ്ശിയൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. അവിടെയാണ് മോക്ഷം. അപ്പൊ ശാസ്ത്രീയമായിട്ട്, മനഃശാസ്ത്രപരമായി, സാമൂഹിക പരമായി വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നത് പുരുഷാർത്ഥങ്ങൾ. അത് സാമൂഹിക ശാസ്ത്രപരമാണ്, മനഃശാസ്ത്രപരമാണ്. ഇത് ഭാരതീയമായ ദർശനങ്ങളിലെ ശാസ്ത്രമാണ്. ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ, ദർശനം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കാഴ്ച എന്നാണ്, സാമാന്യ അർത്ഥം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ അർത്ഥമാക്കുന്നത് ആസ്തിക ദർശനവും നാസ്തിക ദർശനവുമാണ്. ഷഡ്ദർശനങ്ങളൊക്കെ, സാഖ്യം, മീമാംസ, വൈശേഷികം, യോഗം തുടങ്ങിയിട്ടുള്ള. ഇവിടെ ഈ ഒരു പ്രസംഗത്തിന് ആ ഒരു ദർശനങ്ങൾ മാത്രമല്ല, ഭാരതം നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നിട്ടുള്ള, നമ്മുടെ മുന്നിൽ കാഴ്ച വെച്ചിട്ടുള്ള കാഴ്ചകളെയാണ്, ജീവിത കാഴ്ചകൾ. ആ കാഴ്ചകളിൽ ചിലത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഗീതയിലെ ചിലത് ഉദ്ധരിച്ചു, അതുപോലെ തന്നെ വേദങ്ങളിലെ കാഴ്ചകൾ ഉദ്ധരിച്ചു, ജീവിത സംബന്ധിയായ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളെ വെച്ചു. ഇവിടെ സ്വാഗത പ്രാസംഗികം പറഞ്ഞു. സ്വാഗത പ്രാസംഗികം പറഞ്ഞു ഇന്നലെ നന്ദേട്ടൻ പ്രസംഗിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഈ ഇന്ത്യക്കാരന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിഖ്യാതമായ ശാസ്ത്രങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ഭാരതത്തിലുണ്ട്. ഭാരതം മുന്നോട്ട് വെച്ചുള്ള ദർശനങ്ങൾ ആദ്യവിപുലമാണ്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ കുങ്കുമം ചുമക്കുന്ന കഴുത എന്നൊക്കെ പറയാറില്ലേ? അതായത് എത്രത്തോളം വിലമതിക്കുന്നതാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അറിയുന്നില്ല. 10ാം ക്ലാസ്സിൽ ഞാനൊരു കവിത പഠിച്ചിരുന്നു, കസ്തൂരി മാനിനെ കുറിച്ചിട്ട്. ഈ കസ്തൂരി മാനിന്റെ കസ്തൂരി ഗന്ധം വരുന്ന അതിന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതിനത് അറിയില്ല. അത് ആ ഗന്ധം തേടി പുറമെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ആ ഗന്ധം അതിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്, അതിനത് അറിയുന്നില്ല. ഇവിടെ പറഞ്ഞു വന്നത്, സ്വാഗത പ്രാസംഗികം സംസാരിച്ചതുമായി ബന്ധിപ്പിച്ച് പറയട്ടെ, ഈ ഭാരതത്തിന്റെ ദാർശനിക ഭണ്ഡാകാരം എത്രത്തോളം വിപുലമാണ് എന്ന് നമുക്ക് അറിയില്ല. അത് വളരെ വളരെ ബൃഹത്താണ്. നമ്മൾ ഇന്ത്യക്കാരായ നമുക്ക് അതിനെക്കുറിച്ച് പലതും അറിയില്ല. അത് അറിയിക്കലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരം പ്രസംഗ പരിപാടികളും ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നത്. ഞാൻ പഠിപ്പിച്ചൊരു കവിതയുണ്ട്, ദ വേസ്റ്റ് ലാൻഡ് എന്നാണ് പേര്. വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേസ്റ്റ് ആയി പോയ, നഷ്ടപ്പെട്ടു പോയ, വേസ്റ്റ് ആയി പോയ ഭൂമി. T.S. എലിയട്ട് എന്ന് പറയുന്ന
വിശ്വവിഖ്യാതനായ ഇംഗ്ലീഷ് കവിയാണ് എഴുതിയിട്ടുള്ളത് ടി.എസ്. എലിയറ്റ്. 1939 നോബൽ സമ്മാനം കിട്ടിയ കവിയാണിത്. നിങ്ങൾക്കറിയാം നോബൽ സമ്മാനം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ്. അത് എഴുതിയിട്ടുള്ള ആ നോബൽ സമ്മാനം നേടിയ വിശ്വവിഖ്യാതനായ ടി.എസ്. എലിയറ്റ് തന്റെ കവിതയായ വിശ്വവിഖ്യാതമായ കവിത 435 വരികളുള്ള ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കവിത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക്? അതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറഞ്ഞ ആ കവിത ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം എഴുതിയിട്ടാണ്. 1916 തൊട്ട് 18 വരെയുള്ള കാലഘട്ടത്തിൽ കോടിക്കണക്കിന് മനുഷ്യര് കൊല്ലപ്പെട്ട രക്തപ്പുഴ ഒഴുകിയിട്ടുള്ള യൂറോപ്പിനെ രക്തമങ്കിലമാക്കിയിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എഴുതിയ പ്രസിദ്ധമായ കവിത. യുദ്ധം കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കൊലപാതകങ്ങൾ നടന്ന ഒരു വീട്ടിൽ ഒരാൾ പോലും ഒരു വ്യക്തിയെങ്കിലും കൊല്ലപ്പെടാത്ത ഒരു വീടും ഇല്ലാത്ത യൂറോപ്പിലെ അത്രയും ഭീകരമായുള്ള യുദ്ധമായിരുന്നു. ആ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിന്റെ കെടുതികളെ കണ്ട് വേസ്റ്റായ ലാൻഡിനെ നോക്കി അദ്ദേഹം എഴുതിയ കവിതയാണ് വേസ്റ്റ് ലാൻഡ്. ആ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കവിത അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇംഗ്ലീഷ് കവിയാണ് എഴുതിയത്. ഇംഗ്ലീഷുകാരനായ, അമേരിക്കയിലാണ് ടി.എസ്. എലിയറ്റ് ജനിച്ചത്, ഇംഗ്ലണ്ടിന്റെ പൗരത്വം എടുത്ത ആളാണ്. നോബൽ സമ്മാനം നേടിയ ടി.എസ്. എലിയറ്റിന്റെ കവിത അവസാനിക്കുന്നത് ദത്ത, ദയത്വം, ദമ്യത, ശാന്തി, ശാന്തി, ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷ് കവിതയായ ദ വേസ്റ്റ് ലാൻഡ് അവസാനിക്കുന്നത്. എന്തായാലും അർത്ഥം അറിയാം. ഈ വരി അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഭാരതത്തിന്റെ ഇതിഹാസമായ ഭാരതത്തിന്റെ ഉപനിഷത്തായ ബൃഹദാരണ്യ ഉപനിഷത്തിലെ വരിയാണ്. ബൃഹദാരണ്യ ഉപനിഷത്ത് ആരാ എടുത്തിട്ടുള്ളത്? ഇംഗ്ലീഷുകാരനായ വിശ്വമഹാകവി ടി.എസ്. എലിയറ്റ്. ദത്ത എന്ന് പറഞ്ഞാൽ to give എന്നാണ്, നൽകുക. എന്താ നൽകേണ്ടത്? നിങ്ങൾ അറിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ അറിവ് നൽകൂ മറ്റുള്ളവർക്ക്, ലോകത്തിന് വേണ്ടി. നിങ്ങൾ സമ്പത്തുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന്റെ വിഹിതം പാവപ്പെട്ടവരായ മനുഷ്യർക്ക് വേണ്ടി നൽകൂ. നിങ്ങൾ കായിക ശക്തിയുള്ള ആളാണോ, നിങ്ങളുടെ കായിക ബലം മറ്റുള്ളവർക്ക് സഹായത്തിനൊക്കെ വേണ്ടി നൽകൂ. നൽകൂ ലോകത്തിന് എന്തെങ്കിലും, മരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നൽകൂ. ദത്ത, ദയത്വം, ടു ബി കമ്പാഷനേറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ദയവുള്ളവരായിട്ട് സഹജീവികളായ മനുഷ്യരോട്, നിങ്ങളുടെ സമൂഹത്തിനോട്, സസ്യജാലങ്ങളോട്, സഹജീവികളോടൊക്കെ ദയവുള്ളവരായിട്ട് ജീവിക്കൂ. ദത്ത, ദയത്വം, ദമ്യത. ദമ്യത എന്ന് പറഞ്ഞാൽ ടു ബി കൺട്രോൾഡ് എന്നാണ് അർത്ഥം. ആത്മനിയന്ത്രണമുള്ളവരായി തീരൂ. ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. സ്വയം നിയന്ത്രണമില്ലാത്ത വ്യക്തി അപകടകരമായിട്ടാണ് ജീവിക്കുക. എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ കിട്ടില്ലേ? എനിക്ക് എന്നെ തന്നെ, ഞാൻ എന്താ ചെയ്യാൻ പറയാൻ പറ്റില്ല. അപകടകരമായ അവസ്ഥയാണ്. ടു ബി കൺട്രോൾഡ്, നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ശാന്തി, ശാന്തി, ശാന്തി. ശാന്തി ഭവിക്കട്ടെ, ശാന്തി ഭവിക്കട്ടെ, ശാന്തി ഭവിക്കട്ടെ. നോക്കൂ, തകർന്നടിഞ്ഞ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ യൂറോപ്പിനെ നോക്കി രചിച്ച ആ കവിത അവസാനിപ്പിക്കുന്ന വരി ഈ ടി.എസ്. എലിയറ്റ് എടുക്കുന്നത് എവിടുന്നാണ്? ഇന്ത്യയിലെ ബൃഹദാരണ്യ ഉപനിഷത്തിലെ വരി എടുക്കുന്നത്. ഞാൻ എന്തിനാണ് പറഞ്ഞത്? അതാണ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുമായി ബന്ധിപ്പിച്ചെന്ന് പറഞ്ഞത്. നമുക്കറിയില്ലതൊന്നൊക്കെ, ഇന്ത്യക്കാരനായ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ബൃഹദാരണ്യ ഉപനിഷത്ത് തന്നെ നമ്മൾ കേട്ടിട്ടില്ല. ഭഗവത്ഗീതയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും വീട്ടിൽ, അതിൽ എന്താണെന്നൊന്നും അറിയില്ല. അത് എഴുതിയിട്ടുള്ളത് വിശ്വവിഖ്യാതനായ കവി, ഇംഗ്ലീഷുകാരനായ കവിയാണ്. അതായത് നാം നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല, നമുക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. മറ്റൊന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഡേവിഡ് ഹെൻറി തറോ അമേരിക്കക്കാരനായ ചിന്തകനാണ്, എഴുത്തുകാരനാണ്. മഹാത്മാഗാന്ധിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഫിലോസഫർ ആയിരുന്നു ഡേവിഡ് ഹെൻറി തറോ. 1847 മറ്റാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം പറഞ്ഞ വരി, അദ്ദേഹം ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞ വരി, ഇദ്ദേഹം 26 മാസക്കാലം എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് മേലെ ഒരു കാട്ടിനുള്ളിൽ ഒരു കുടില് കെട്ടിയിട്ട് ഒറ്റയ്ക്ക് താമസിച്ച ആളാണ്. എന്നിട്ട് അയാൾ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം എഴുതിയത് വാൾട്ടൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്.
അദ്ദേഹം ഭഗവത്ഗീത വായിച്ച ആളായിരുന്നു, ഭഗവത്ഗീത ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം എഴുതിയൊരു വരി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, എങ്കിലും ഞാൻ കുറച്ച് പറയാം. Every day I bath with my intellect in the stupendous and cosmogonal philosophy of Bhagavad Gita, and I purify myself with it. ഭഗവത്ഗീതയാകുന്ന നിർമ്മല സാഗരത്തിൽ മുങ്ങി നീരാടിക്കൊണ്ട് ഞാൻ എന്റെ ബുദ്ധിയെ നിത്യേന ശുദ്ധമാക്കി തീർക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? അമേരിക്കയിൽ ജനിച്ച് മരിച്ച തത്വചിന്തകനായ ഡേവിഡ് ഹെൻറി തോറോ. എന്തിനാണ് ഞാൻ ഈ തോറോയുടെയും അതുപോലെ തന്നെ ടി.എസ്. എലിയട്ടിന്റെ ഉദാഹരണം എടുക്കുന്നത്? ഇവരൊക്കെ മറ്റു ദേശങ്ങളിൽ ഇരുന്ന് ഭാരതത്തെ പഠിച്ചവരായ ആൾക്കാരാണ്, ഭാരതത്തിന്റെ മഹത്വം അറിഞ്ഞവരാണ്. അതാണ് ഞാൻ ശാല പ്രാസംഗികമായി പഠനവുമായി ബന്ധിപ്പിച്ച് പറയുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നില്ല, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികളെയെങ്കിലും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചില ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അവർ വിടുക. ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ക്രമേണ ഇതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ആ താല്പര്യങ്ങൾ വളർന്ന് പിന്നെ അത് വളർന്ന് അവർ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി വന്നോളും. അപ്പൊ അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, മുഴുവൻ സംസാരിക്കാൻ നമുക്ക് സമയമില്ല. ഭാരതത്തിന്റെ ദർശനങ്ങളെ കുറിച്ചിട്ട്, ഭാരതം നമ്മുടെ മുന്നിൽ വെച്ച മനഃശാസ്ത്രം, സാമൂഹിക ശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചകളെ കുറിച്ചിട്ട് നോക്കൂ. ഭാരതം മുന്നോട്ട് വെച്ച അതുല്യമായിട്ടുള്ള ഒന്നാണ് യോഗ. ജീവശാസ്ത്രപരമായ, ശാരീരിക ശാസ്ത്ര സംബന്ധിയായതാണത്, മനഃശാസ്ത്ര സംബന്ധിയായിട്ടുള്ളതാണത്, സാമൂഹിക ശാസ്ത്ര സംബന്ധിയായിട്ടുള്ളതാണതൊക്കെ. നോക്കൂ, ഈ യോഗ പതഞ്ജലിയാണല്ലോ മുന്നോട്ട് വെച്ചത്. പതഞ്ജലിയാണ് യോഗസൂത്രം മുന്നോട്ട് വെച്ചത്. ഈ യോഗസൂത്രം അതിൽ ഒരംഗം, 8 അംഗങ്ങളാണുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം. ഇതിൽ നമുക്കറിയാവുന്ന ഒരംഗം, ഒരു 2-3 അംഗങ്ങൾ നമുക്കറിയാം. ആസനങ്ങൾ അറിയാം, യോഗാസനങ്ങൾ നമുക്കറിയാം കുറച്ച് എണ്ണം. ധ്യാനം നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രാണായാമം നമ്മൾ കേട്ടിട്ടുണ്ട്, അത്രയൊക്കെ തന്നെ നമുക്കറിയുള്ളൂ. മതി ഈ 3 കാര്യങ്ങൾ. അതിൽ ധ്യാനം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ധ്യാനം നമുക്കിപ്പോ ഒരു സന്യാസിയെ പോലെ നിത്യേന മണിക്കൂറുകളോളം ഗാർഹസ്ഥ ജീവിതം നയിക്കുന്ന ആൾക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരല്പ സമയം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. ഇവിടെ ഞാനൊരു ശാസ്ത്രീയ സത്യം പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശാസ്ത്രമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാമല്ലോ, ഒരു സന്തോഷമില്ല, എപ്പോഴും മൂഡ് ഓഫാണ്, ഒരു സന്തോഷം എനിക്ക് കിട്ടണില്ല എന്ന് പറയാറില്ലേ? ഈ സന്തോഷം എവിടെ കിട്ടുക? ഇതൊരു ഇഞ്ചക്ഷൻ ആയിട്ട് വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ നമ്മളത് വാങ്ങി അടിക്കുമായിരുന്നു. സന്തോഷത്തിന്റെ ഇഞ്ചക്ഷൻ അത് കിട്ടില്ല. ഈ സന്തോഷം ഉണ്ടാക്കുന്നത്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. നിത്യേന ഞാൻ കാണുന്നത് സയൻസിൽ ഡോക്ടറേറ്റ് ചെയ്ത, അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒക്കെ നേടിയുള്ള വളരെ പ്രസിദ്ധനായുള്ള അധ്യാപകര്, റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ നിരന്തരം ഇടപെടാൻ എനിക്ക് സമയം കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ സന്തോഷത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. ഈ സന്തോഷം എവിടെ ഉണ്ടാവുന്ന സത്യത്തിൽ അറിയോ? നമ്മളെ ബ്രെയിനാണ് സന്തോഷം ഉത്പാദിപ്പിക്കുന്ന ഘടകം പ്രധാനമായിട്ട്. ഈ തലച്ചോറിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടാവും. അതിന്റെ മലയാളം എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഈ ഹോർമോണുകൾ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? സെറാട്ടോണിൻ, അഡ്രിനാലിൻ, അതുപോലെ തന്നെ എൻഡോർഫിൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ DOSC, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓ ഓക്സിറ്റോസിൻ, സി സെറാട്ടോണിൻ, ഇ എൻഡോർഫിൻ. ഇങ്ങനെ 3-4 കെമിക്കലുകൾ ചേർന്നാണ് നമ്മുടെ ബ്രെയിനില് നമുക്ക് ഈ സന്തോഷത്തെ തരും. ചില ആൾക്കാരെ കണ്ടാകുന്നത് എപ്പോഴും നല്ലൊരു മൂഡ് ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള രാസപ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നന്നായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അവർക്ക് എപ്പോഴും ഹാപ്പി മൂഡ് ഉണ്ടായിരിക്കും. ഈ ഹാപ്പി മൂഡ് ഉണ്ടാക്കാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിലൊരു ചെറിയ കാര്യം, നിങ്ങൾ
സൂര്യപ്രകാശം ഏറ്റു നോക്കും. നിത്യേന കുറച്ച് സമയം സൂര്യപ്രകാശം ഏൽക്കാം. നല്ല പാട്ടുകൾ കേൾക്കാം. നിങ്ങളെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കുക, എടുത്തിരിക്കുക. ഒന്നും വേണ്ട, നല്ല ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടിയോ നായ്ക്കുട്ടി പെറ്റ് ഡോഗ്സ് ഉണ്ടാവില്ലേ, അതിനൊക്കെ ഒന്ന് എടുത്ത് തലോടൊക്കെ ചെയ്യാം. അതായത് സുഖകരമായ സാമീപ്യങ്ങൾ, സ്പർശനങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് മെഡിറ്റേഷൻ, ധ്യാനം. നിത്യേന ധ്യാനം ഒരല്പസമയമെങ്കിലും ചെയ്യുന്ന ആൾക്ക് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ടല്ലോ, അതിൽപ്പെട്ട ആ സാധനം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ കുറെ എണ്ണം വായിച്ചിട്ടുണ്ട്, അതിലെല്ലാം പറയുന്നതാണ്. ഇതിൽ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഇതിലേതോ ഒന്ന് കൃത്യമായിട്ടുണ്ടാകുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. ഒരല്പസമയം നിങ്ങൾ ധ്യാനിച്ചു, ഒരല്പസമയം വെയിൽ കൊള്ളുക, അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ഉള്ളില് ഒരു ഹാപ്പിനെസ്, സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. വളരെ ശാസ്ത്രീയമായിട്ടുള്ള എന്റെ യൂണിവേഴ്സിറ്റിയില്, അമൃത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഭാരതീയമായിട്ടുള്ള ധാർമ്മികമായ കുറച്ച് വിഷയങ്ങളൊക്കെ കമ്പൽസറി ആണ് എടുക്കുക. അപ്പൊ അതിൽ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ മെഡിറ്റേഷനില് മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. മന്ത്ര മെഡിറ്റേഷൻ, ഏതെങ്കിലും ഒരു മന്ത്രം മനസ്സിലിങ്ങനെ ചൊല്ലുക. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണില്ലേ, നിങ്ങൾ ഓം ചാൻഡിങ് എന്നോ അല്ലെങ്കിൽ ഗായത്രി ചാൻഡിങ് എന്നോ എന്തെങ്കിലും അടിച്ചു നോക്കും. ഗായത്രി മന്ത്രങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെല്ലും, അല്ലെങ്കിൽ ഓം മന്ത്രം റിപ്പീറ്റ് ചെയ്ത് ചെല്ലും. നിങ്ങളൊരു 10 മിനിറ്റ്, ഒരു വീട്ടമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ജോലികൾ ഉണ്ടാവും. ഒരു സന്യാസി ഇരിക്കുന്നമാര് മണിക്കൂറുകളോളം ധ്യാനിച്ചിരിക്കാനൊന്നും അവർക്ക് പറ്റില്ല. ഒരു 10 മിനിറ്റ് രാവിലെ എഴുന്നേറ്റ് ശരീരത്തെ ശുദ്ധിയാക്കിക്കൊണ്ട് നിത്യേന ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഉറക്കം കൂടും. പ്രത്യേകിച്ചും മന്ത്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറിലൊരു താളം വരും. നിത്യേന ചെയ്തു കഴിഞ്ഞാൽ ഉറക്കം നന്നായിട്ട് ലഭിക്കും. മനസ്സിനൊക്കെ ഒരു സുഖം വരും, ഒരു സന്തോഷം വരും. കാരണം എന്താണ്, ഇത് ശരീരശാസ്ത്ര സംബന്ധിയായ വിഷയമാണ്. അതേപോലെ തന്നെ ഇതിനൊരു സംഗീതാത്മകത ഉണ്ട്. ഗായത്രി മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ അത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊരു മ്യൂസിക്കൽ ഇഫക്റ്റ് ഉണ്ട്. സംഗീത ചികിത്സയില്ലേ, ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളാണ്, മനഃശാസ്ത്രപരമായ വിഷയങ്ങളാണ്. നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കും, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹാപ്പി മൂഡ് ഉണ്ടായിരിക്കും. അത് മാത്രം പോലെ അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം കഴിക്കണം, ആളുകളോട് നല്ല രീതിയിൽ ഇടപെടണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും. ഇതിൽപ്പെട്ടതാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം നിത്യേന ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. സൂര്യ നമസ്കാരം എന്നൊക്കെ പറയുന്നത് ഭാരതത്തിന്റെ അതുല്യമായ സംഭാവനയാണ്, യോഗയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് 2 തരത്തിലുള്ള സൂര്യ നമസ്കാരമുണ്ട്. പ്രത്യക്ഷ സൂര്യ നമസ്കാരം, പ്രത്യക്ഷമല്ലാത്തത്. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ പുറമെ നിന്ന് അല്പം പ്രഭാതത്തിലെ വെയിൽ ഏറ്റുകൊണ്ട് ചെയ്യുന്നത്. അതൊക്കെ നിത്യേന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മാറ്റം 1-2 ദിവസം കൊണ്ട് ചെയ്താൽ കിട്ടും കേട്ടോ. തുടർച്ചയായിട്ട് ചെയ്താൽ ആ വ്യക്തിയിൽ കിട്ടുന്ന മാറ്റം വളരെ ബൃഹത്താണ്, വ്യത്യാസങ്ങൾ വളരെ വലിയ. ഇതൊക്കെ ഭാരതത്തിന്റെ മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്, ശരീരശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളാണ്, സാമൂഹിക ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ വെറും മോഡേൺ സയൻസ് മാത്രമാണ് ശാസ്ത്രം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രമാണ് ശാസ്ത്രം എന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്. പക്ഷേ അതിനൊക്കെ തെളിവും വേണം, നിരീക്ഷിച്ച് കണ്ടെത്താൻ പറ്റണം, പ്രൂവൺ ഫാക്ട് ആയിരിക്കണം. അതായത് തെളിവാണ്. വെറുതെ പറയുന്നത് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ വിഷയത്തിന്റെ 2ാമത്തെ ഭാഗം ഭാവനയാണ്. ശാസ്ത്രവും ഭാവനയും എന്നാണ്. എന്നാൽ ചില ഭാവനയും ഉണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ, നമ്മുടെ ഭാരതീയമായ ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ. അതിന് ആ ഒരു രീതിയിൽ കാണണം. ഉദാഹരണം പറയാം. നേരത്തെ അവിടെ വന്ന സമയത്ത്, അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞൊരു കാര്യം കൂടിയാണ്, ചില ഭാവനകൾ നമ്മൾ ശാസ്ത്രമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മഹാഭാരതത്തിലേക്ക് ചില കഥകളൊക്കെ എടുത്തിട്ട്, മഹാഭാരതം രാമായണം എന്നൊക്കെ പറയുന്നത് കഥാരൂപമുണ്ട്, എന്നാൽ അതിന് ചരിത്രമുണ്ട്,
ന്യൂനോക്തികളുണ്ട്, അതിശയോക്തികളുണ്ട്. ഇതെല്ലാം കൂട്ടിക്കലർത്തിയിട്ട് എഴുതിയിട്ടില്ലാണ്. അപ്പൊ ഇതെല്ലാത്തിനും നമ്മൾ അതേപടി എടുക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാവരും കേട്ടതല്ലേ ഗാന്ധാരിയെ കുറിച്ചിട്ട് മഹാഭാരതത്തിൽ. ഗാന്ധാരിക്ക് എത്ര കുട്ടികളാണ്? 100 മക്കൾ. ഈ 100 കുട്ടികൾ ഉണ്ടായതിനെ കുറിച്ച് എന്താ മഹാഭാരതത്തിൽ പറയുന്നത്? ഈ ഭ്രൂണത്തെ 100 കുടങ്ങളിലായി നിക്ഷേപിച്ചു. പിന്നെ ഒരു പ്രത്യേക സമയം വന്നപ്പോൾ അത് പുറത്തെടുത്ത് അതെല്ലാം മക്കളായി മാറിയൊക്കെയാണ്. പക്ഷെ ഇതിനൊക്കെ ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ അന്ന് വലിയ ടെക്നോളജി നിലനിന്നിരുന്നു. ആ ടെക്നോളജിയുടെ ഫലമാണ് അന്ന് ഈ കണ്ടത്, അന്ന് ചെയ്തിട്ടുള്ളത്, ഗാന്ധാരി ചെയ്തിട്ടുള്ളത് ഇന്നത്തെക്കാൾ വികസിതമായിട്ടുള്ളത്. ഇതിനെ നമ്മൾ ആ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പുഷ്പക വിമാനത്തെ കുറിച്ച് പറയുന്നത്. പുഷ്പക വിമാനം കേട്ടില്ലേ? രാമായണത്തിൽ പറയുന്നത്. ഇന്ന് റൈറ്റ് സഹോദരന്മാരെ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മുടെ ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാര് ഒരു വിമാനം കണ്ടുപിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ഇതൊക്കെ ചില ഭാവനകളായിട്ട് കണ്ടാൽ മതി. രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ അതിശയോക്തികരമായിട്ടുള്ള പലതുണ്ട്. അതിന്റെ തത്വങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. നോക്കൂ, മഹാഭാരതത്തില് പൂരൂരവസിന് യയാതി തന്റെ യൗവനത്തെ ദാനം ചെയ്ത കഥയുണ്ട്. പൂരൂരവസ് വിവാഹം കഴിക്കാൻ സമയത്ത് മക്കളോട് ചോദിച്ചു, എനിക്ക് യൗവനം വേണം. അപ്പൊ മക്കളൊന്നും കൊടുക്കാൻ തയ്യാറായില്ല. ഒരു മകൻ മാത്രം അച്ഛന്റെ സന്തോഷം എന്റെ സന്തോഷം, ഞാൻ എന്റെ യൗവനത്തെ തരാമെന്ന് പറഞ്ഞ് 100 വർഷമോ 1000 വർഷമോ മറ്റോ തന്റെ യൗവനത്തെ കൊടുത്തു. എന്നിട്ട് ഈ കഥ എങ്ങനെ അവസാനിക്കുന്നത്? അവസാനം ആ വർഷം കഴിഞ്ഞിട്ട് തന്റെ യൗവനത്തെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, വാർദ്ധക്യത്തെ തിരിച്ചു വാങ്ങുന്ന സമയത്ത് ഗുരുരസ് പറയാണ്, മകനെ, ആഗ്രഹങ്ങളൊക്കെ നേടിയിട്ട് സന്തുഷ്ടമാവാം, സംതൃപ്തി അടയാമെന്ന് വിചാരിക്കുന്നത് തീയിൽ കൊണ്ടുപോയി ഹവിസിനെ ഒഴിച്ച് തീ കെടുത്താമെന്ന് കരുതുന്ന പോലെയാണ്. ഹവിസ് എന്ന് പറഞ്ഞാൽ നെയ്യാണ്. നെയ്യ് ഒഴിച്ചിട്ട് തീയെ കെടുക്കുക, അതെങ്ങനെയാണ്? കുറെ നെയ്യ് ഒഴിച്ച് തീയെ കെടുത്താൻ പറ്റുമോ? ഇല്ല. അത് കൂടുതൽ ഒഴിക്കുന്നതോറും ആളി കത്തും. ഈ ഒരു തത്വത്തെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാവനാത്മകമായ കഥയായിട്ട് നമ്മൾ കണ്ടാൽ മതി. പക്ഷെ ചിലരതിനെ വ്യാഖ്യാനിക്കാൻ ഇതൊക്കെ ശാസ്ത്രീയ സത്യങ്ങളാണ്, യൗവനത്തെ കൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ അന്ന് ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഇത്തരം ചില കാര്യങ്ങളെ നമ്മൾ ഭാവനകളായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. സാഹിത്യമായ അംശങ്ങളെ കൊണ്ടുവരാനുള്ള ഭാവനകളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വാട്സപ്പോ മെസ്സേജ് കണ്ടിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള അതിന് കാരണങ്ങളുണ്ട്, അതിന് ചില ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. പക്ഷേ അതിന് ആരൊക്കെയോ എഴുതിയിട്ടുള്ള കാര്യം, അതിന് ശാസ്ത്രീയമായ ചില കാരണങ്ങളുണ്ട്. ശബരിമലയ്ക്ക് ചുറ്റുമുള്ള ചില പർവ്വതങ്ങളിൽ വോൾക്കാനോ സാധ്യതയുണ്ട്, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് സ്ത്രീകളുടെ ഗർഭപാത്ര സംബന്ധിയായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ ശാസ്ത്രീയത കൊണ്ടാണ് കയറരുതെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയും. ഇതൊക്കെ വെറുതെ പടച്ചുവിടുന്ന ചില കഥകളാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഭാവനകൾ വേറെയുണ്ട്, ശാസ്ത്രം വേറെയുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ, ഭാരതത്തിന്റെ ദർശനം പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. യുക്തിപരമായിട്ട് നമ്മൾ സ്വീകരിക്കണം. യുക്തിക്ക് നാം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യുക്തിയും വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങളിൽ, ചില മതദർശനങ്ങളിലൊക്കെ വിശ്വാസം മാത്രമാണുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക ലോകത്തെത്തും, അവിടെ നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല. അതൊക്കെ അപ്പടി അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിമർശന ബുദ്ധിയാ നീ നിരൂപിച്ചുകൊണ്ട് വേണ്ട അംശങ്ങളെ സ്വീകരിച്ചോളൂ അർജുന എന്നാ പറയുന്നത്. എല്ലാത്തിനെയും അതേപടി വിഴുങ്ങരുത്, വേണ്ട അംശങ്ങളെ സ്വീകരിക്കാനുള്ള യുക്തി നമുക്ക് ഉണ്ടായിരിക്കണം. യുക്തിക്ക് പരമ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഭാരതീയമായ ദർശനങ്ങൾ. യുക്തിഭദ്രമായതിനെ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ ജീവിതത്തിൽ. യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാലതി എന്ന് പറയുന്ന ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാരതീയ ഭക്തി സൂത്രത്തിൽ.
യുക്തിപുരസ്കരമുള്ള കാര്യം ഒരു കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. യുക്തിഭദ്രമല്ലാത്തത് ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും നിങ്ങൾ തള്ളിക്കളയണമെന്നാണ്. ഈ വാട്സപ്പിലൊക്കെ പറിച്ചു വിടുന്ന പല ഭാവനാത്മകമായ കാര്യങ്ങൾ നമ്മൾ അതേപടി സ്വീകരിക്കരുത്. യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക, നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോ നമ്മുടെ മുന്നിൽ അതിനുള്ള ശാസ്ത്രീയ മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടുണ്ട്. എപ്പിസ്റ്റമോളജി കേട്ടില്ലേ നിങ്ങൾ? എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രമാണ്. ജ്ഞാനശാസ്ത്രം അറിവിന്റെ ശാസ്ത്രമാണ്. ഈ അറിവിന്റെ ശാസ്ത്രത്തിന് ഭാരതീയമായിട്ടുള്ള ദർശനങ്ങൾ മുന്നോട്ട് വെച്ച 3 മാർഗങ്ങളാണ്. പ്രത്യക്ഷമെന്നും അനുമാനമെന്നും ശബ്ദമെന്നും 3 കാര്യങ്ങൾ പ്രധാനമായിട്ട്. പ്രത്യക്ഷം എന്ന് പറയുന്നത് നമുക്ക് കാണാനോ കേൾക്കാനോ സ്പർശിക്കാനോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാനോ പറ്റുന്ന കാര്യം. അനുമാനം എന്ന് പറയുമ്പോൾ ഊഹിച്ചെടുക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് അങ്ങ് അപ്പുറത്ത് പുക കൊണ്ടുന്നത് ഞാൻ കാണുന്നു, എനിക്ക് പുക മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ തീ കത്തുന്നുണ്ടെന്ന് തോന്നുന്നു. തീ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എനിക്കറിയാം പുക ഉണ്ടാവണമെങ്കിൽ അവിടെ തീ ഉണ്ടായിരിക്കണം എന്നൊരു അറിവ് എനിക്കുണ്ട്. അപ്പോ പുക കാണുമ്പോൾ ഞാൻ അനുമാനിച്ചെടുക്കുന്നു എന്ത്? അവിടെ തീ ഉണ്ടെന്ന്. അത് അനുമാനമാണ്. 3-മത്തേത് ശബ്ദപ്രമാണം. ശബ്ദപ്രമാണം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കപ്പെട്ട ശാസ്ത്ര ഗ്രന്ഥങ്ങള്, വിഖ്യാതരായവരെ എഴുതപ്പെട്ടുള്ളത്, പ്രൂണായിട്ടുള്ള ഫാക്ടുകൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കണ്ടറിയാനോ മറ്റോ കഴിയണില്ല, അതിനെ സ്വീകരിക്കുക. ഈ രൂപം ഇങ്ങനെ യുക്തിപുരസ്കരം നമ്മുടെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടതാണ്. ധ്യാനവും കീർത്തനങ്ങളും ഭജനകളും ഇങ്ങനെ പല 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 കാര്യങ്ങള് നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പലരും ഇത്തരം പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ പറയാറുണ്ട്, ഭാരതീയ ദർശനമൊക്കെ വലിയതാണെന്ന് ഞങ്ങൾക്കറിയാം, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് അത്രയൊന്നും മനസ്സിലാക്കാൻ മാത്രമുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അത്ര വലിയ അറിവൊന്നുമില്ല എന്നൊക്കെ ചില അമ്മമാരൊക്കെ പറയാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഭാരതീയ ദർശനങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒരു ബഫേ സിസ്റ്റവുമായിട്ട് ഉപമിക്കാം. ബഫേ സിസ്റ്റമില്ലേ, ചില കല്യാണങ്ങളിലൊക്കെ കണ്ടില്ലേ, നമ്മൾ പോയിട്ട് നമുക്ക് വേണ്ടത് വിളമ്പി കഴിക്കുന്ന സിസ്റ്റം, അതാണ് ബഫേ സിസ്റ്റം പറയാം. ആ ബഫേ സിസ്റ്റത്തിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ഒരു ഭാഗത്ത് നോൺ വെജിറ്റേറിയൻ വെച്ചിരിക്കുന്നു, മറുഭാഗത്ത് വെജിറ്റേറിയൻ വെച്ചിരിക്കുന്നു, ചിലടത്ത് ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നു, അങ്ങനെ പലത് പലത് പലത്. ഇപ്പൊ ഒരു ചെറുപ്പക്കാർ, നല്ല ദഹനശക്തിയൊക്കെയുള്ള നല്ല കരുത്തുള്ള ചെറുപ്പക്കാരായ ആൾക്കാർ പോകുമ്പോൾ അവിടെ പോയി അവർ ചിലപ്പോൾ പൊറാട്ടയും അങ്ങനെയൊക്കെയുള്ള നല്ല കട്ടിയായ ആഹാരമൊക്കെ കഴിക്കും. കാരണം എന്താ? അവർക്ക് ദഹിക്കാനുള്ള പ്രായമാണ്. ഒരു മുത്തശ്ശൻ പോയി, അവര് ദഹിക്കാൻ പറ്റുന്ന കുറച്ചെന്തെങ്കിലും എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന കേക്ക് വാങ്ങിക്കഴിക്കും. ഒരു കുട്ടീനെ കൊണ്ടുപോയി, ഈ കുട്ടിക്ക് നമ്മൾ പൊറോട്ടയൊക്കെ കൊടുക്കുവോ? ഇല്ല. കുട്ടിക്ക് 2 പഴോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കും. അതായത് ഓരോ ആൾക്കും പറ്റുന്ന വിധത്തിലുള്ളതല്ലേ സ്വീകരിക്കാം, എല്ലാവർക്കും ഒന്നല്ലല്ലോ കൊടുക്കാം, ഓരോരുക്കും പറ്റുന്നതല്ലേ സ്വീകരിക്കാം. അതേപോലെ അതാണ് ഞാൻ പറഞ്ഞത്, ഭാരതീയ ദർശനങ്ങളിൽ ഓരോ ആൾക്കും പറ്റുന്ന വിധത്തിലുള്ളതുണ്ട്. ഓരോ ആളുടെയും ബൗദ്ധികമായ, ശാരീരികമായ, സാമൂഹികമായ പ്രത്യേകതക്കനുസരിച്ച് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ആൾക്കും പോയി വിവേകാനന്ദ സ്വാമികളോ ശങ്കരാചാര്യ സ്വാമികളോ പഠിച്ച പോലെ നാളെ പോയി ഈശാവാസി ഉപനിഷത്തും കഠോപനിഷത്തും പഠിക്കാൻ എല്ലാവരും കൊണ്ടും കഴിയില്ല. ജ്ഞാനമാർഗമൊന്നും പഠിക്കാൻ എല്ലാവരും കൊണ്ട് സാധിക്കില്ല. വേണ്ട. ഒരു വീട്ടമ്മയാണ്, അത്യാവശ്യമൊക്കെ പഠിക്കാൻ വായിക്കാനൊക്കെ അറിയുള്ളൂ. അപ്പൊ അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള, അവരുടെ അഭിവൃദ്ധിക്ക് പറ്റുന്ന പല കാര്യങ്ങളും അവരിലുണ്ട്, ഭാരതീയ ദർശനങ്ങളിലുണ്ട്. ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം എന്ന് പറയുന്നില്ല. ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. ഓരോ ആൾക്കും പറ്റുന്ന അവനവനിണങ്ങുന്ന വിധത്തിലുള്ള ആചാര രീതികള് ശാസ്ത്രീയമായിട്ട് തിരഞ്ഞെടുക്കുകയും അവനവന് പറ്റുന്ന വിധത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും ഉയരുകയും ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല.
എന്നാൽ കൂടുതൽ പഠിക്കാൻ ഉപനിഷത്തൊക്കെ പഠിക്കാൻ പറ്റുന്ന ലെവലിൽ എത്തുകയാണെങ്കിൽ ആ ഒരു ഭൗതിക തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അന്ന് ആള് പഠിക്കാം. വേദാന്തം പഠിക്കേണ്ട ലെവലിൽ എത്തുമ്പോൾ ആ ആളന്ന് പഠിക്കാം. നേരെ ചെറിയ കുട്ടിക്ക് 5 വയസ്സായ കുട്ടിക്ക് നേരെ പോയി വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ടേഷൻ ക്ലാസ്സിന് പോയില്ല. ആ കുട്ടിക്ക് പറ്റുന്ന വിധത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഓരോ ആൾക്കും ഇത് ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഗീതയിലെ ഒരു ശ്ലോകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ടാണ്. സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹകരുന്നോ. അർജുനന് ഉപദേശം കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ. സ്വധർമ്മം നിധനം ശ്രേയ, നീ നിന്റെ ധർമ്മമാണ്, സ്വധർമ്മമാണ് ചെയ്യുന്നത്, അതാണ് ശ്രേഷ്ഠം. മറ്റാൾക്കാർ അവനത് ചെയ്യുന്നു, ഇവനത് ചെയ്യുന്നു, അവളത് ചെയ്യുന്നു എന്ന് നോക്കി നീ ചെയ്യാൻ നോക്കണം. അവനും അവളും വേറെയാണ്, ഞാൻ വേറെയാണ്, നമ്മെ പോലെ നാം മാത്രമേ ഉള്ളൂ. ഓരോ ആളുകൾക്കും പറ്റുന്ന വിധത്തിലുള്ള അവരവനിണങ്ങുന്ന അവരവന് പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. കാരണം ഓരോ വ്യക്തിയുടെയും ബൗദ്ധികമായ, സാമൂഹികമായ, ശാരീരികമായ വ്യത്യസ്തകൾ, പ്രത്യേകതകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഒരാളെ പോലെയല്ല മറ്റുള്ളവർ. അതുകൊണ്ട് ഓരോ ആളും അവനവന് ചേർന്നതാണ് എടുക്കേണ്ടത്. നമ്മൾ കുട്ടികളെ +1 ചേർക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യാറില്ലേ? അപ്പുറത്ത് ഏട്ടന്റെ മകളുടെ കുട്ടി സയൻസ് ഗ്രൂപ്പിനാണ് ചേർന്നത്, അതുകൊണ്ട് എന്റെ കുട്ടിയും സയൻസ് ഗ്രൂപ്പ്. അത് തെറ്റാണ്. കാരണം ആ കുട്ടി ഒരു പക്ഷേ നല്ല ഒരു അധ്യാപികയാവേണ്ട ആളായിരിക്കും, മറ്റേ കുട്ടി ഒരു പക്ഷെ നല്ല എഞ്ചിനീയർ ആവേണ്ട ആളായിരിക്കും. ആ കുട്ടി എഞ്ചിനീയറിംഗിന് ചേർന്നു എന്ന് എഴുതി എന്റെ കുട്ടിയെ എഞ്ചിനീയറിംഗിന് വിടരുത്. ഈ കുട്ടിക്ക് നല്ലൊരു അധ്യാപികയാവാനുള്ള കഴിവാണുള്ളത്. ആ കുട്ടിയുടെ ധർമ്മം അതാണ്. ആ കുട്ടിയായിട്ട് വളരണം. ഒരിക്കലും ഒരു റോസാപ്പൂവിനെ നിങ്ങൾ മല്ലികപ്പൂവോ ജമന്തി ആക്കാൻ ശ്രമിക്കരുതെന്ന് പറയാറുണ്ട്. മല്ലികയായിട്ട് വളരട്ടെ, നല്ല ഭംഗിയുള്ള മല്ലിക. ജമന്തിയായിട്ട് വളരട്ടെ, നല്ല ഭംഗിയുള്ള ജമന്തി. റോസായിട്ട് വളരട്ടെ. ഓരോ ആളുകൾക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. മറ്റുള്ളവരെയും നോക്കി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, താരതമ്യപ്പെടുത്തരുത്. നമുക്ക് ഇണങ്ങുന്ന നമ്മുടെ സ്വധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രത്യേകതകൾക്കനുസരിച്ച് വളരണം. ഈ പറഞ്ഞതിനും ശാസ്ത്രീയത ഉണ്ട്. അത് പറയാൻ നേരം വേണം. രണ്ട് മിനിറ്റ് കൊണ്ട് പറയാം. ഞാൻ B.Ed പഠിക്കുന്ന സമയത്ത് ഹാവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹാവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന ആള് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുടെ വക്താവാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അതായത് നമ്മുടെ ബുദ്ധി പല മാനകങ്ങൾ ചേർന്നതാണ്, പല തരത്തിലുള്ള ബുദ്ധിയാണ്. ചില ആൾക്കാർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ആ കുട്ടി BSc മാത്തമാറ്റിക്സിന് പോയ കുട്ടിക്ക് നന്നായി പഠിക്കാൻ പറ്റും, നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. കാരണം മാത്സിനെ നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇളയരാജയ്ക്ക് ഒരു പാട്ട് എഴുതി കൊടുത്താൽ 10 മിനിറ്റ് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാട്ടാക്കി മാറ്റും. മ്യൂസിക് ഇന്റലിജൻസ് കൂടുതലായിരിക്കും, അതെല്ലാവർക്കും പറ്റണമെന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ 1/2 സെക്കൻഡ് കൊണ്ട് അത് എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ കണ്ടത്. അത് കൈനസ്തെറ്റിക്, ബോഡിക്ക് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. ശരീരത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ബുദ്ധിയാണ്. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്. ചില ആൾക്കാർ കണ്ടില്ലേ, രാഷ്ട്രീയക്കാരൊക്കെ എല്ലാവരുമായിട്ട് ഇടപെടുന്നു, ഓരോ ആൾക്കാർക്കും പറ്റുന്ന വിധത്തിലൊക്കെ സംസാരിച്ച് എല്ലാവരുമായിട്ട് ഇടപെടാനൊക്കെ പറ്റുന്ന ആൾക്കാരില്ലേ, മറ്റുള്ള വികാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും. അവരാണ് മേഖലയിൽ പോകുന്നത്. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള കഴിവും ബുദ്ധിയും പ്രാധാന്യമുണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറ്റുന്ന മേഖലയിലാണ് നമ്മൾ ഓടേണ്ടത്. നമുക്ക് പറ്റുന്ന ശാസ്ത്രങ്ങളാണ് നാം പഠിക്കേണ്ടത്. അതിന് വളരെ നിപുണതയേറിയതാണ് ഭാരതീയമായ ദർശനങ്ങൾ. ഓരോ മനുഷ്യനും തന്റെ ജീവിതാഭിവൃദ്ധിക്ക് പറ്റുന്ന വിധത്തിലുള്ള ശാസ്ത്രങ്ങൾ നിരവധിയുള്ളതാണ് ഭാരതീയ ദർശനമുണ്ടാകുന്നത്. അതിൽ ശാസ്ത്രീയമായതിനെ കണ്ടെത്തിക്കൊണ്ട് യുക്തിപൂർവം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും പുരോഗതികൾ ഉണ്ടാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം ഒരു സദസ്സില് പ്രൗഢമായിട്ടുള്ള പ്രസിദ്ധനായ വ്യക്തികള് പ്രസംഗിച്ചു പോയ 19 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദിയില് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരം തന്നിട്ടുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.